എന്തായാലും വാപ്പിനോട് സമ്മതിക്കണം. ശരിയാണ്. വാപ്പി വാപ്പി 2 മാസമായി ഞങ്ങൾ കുഴിമന്തി തിന്നിട്ട്. എപ്പോഴാ കുഴിമന്തി ഇടിച്ചേരണേ? ഇപ്പൊ കുഴിമന്തി ആഗ്രഹം 2-3 ദിവസം മുമ്പ് വാപ്പിയും ഉമ്മയും പോയി കുഴിമന്തി അടിച്ചില്ലേ? അത് നീ എങ്ങനെ അറിഞ്ഞത്? വാപ്പിയും ഉമ്മയും കൂടിയും കഴിക്കണ കാര്യം പറഞ്ഞപ്പോ മമ്മത് അവിടെ ഇപ്പണ്ടേ. മമ്മ എല്ലാം കേട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. ഉറപ്പായിട്ട് ഞങ്ങൾക്ക് കുഴിമന്തി വേണം. 2 മാസമായി കുഴിമന്തി തിന്നിട്ട്. ഉറപ്പായിട്ട് മേടിച്ചു. വാപ്പി അത് അടുത്ത ആഴ്ച മേടിച്ചെന്നാ പോരെ? പറ്റൂല, ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ വേണം. വാപ്പയെ കുഴിമന്തി മേടിച്ചിട്ടാ ഉമ്മയ്ക്ക് മേടിച്ചു കൊടുത്തില്ലേ? ആ പിള്ളേരെ കരയിപ്പിക്കല്ലേ കാക്ക, മേടിച്ചങ്ങോട്ട് കൊടുക്ക്. എടി നമ്മൾ രണ്ടുപേരും മന്തി കഴിക്കാൻ പോയ കേസൊക്കെ നീ പിള്ളേരെ മുമ്പിൽ വെച്ച് പറയുന്നത് ഇമാരില്ലാത്തപ്പോഴൊക്കെ സംസാരിച്ചാ പോരാന്നാ. അങ്ങനെ ഒരു അബദ്ധം പറ്റി. ഇപ്പൊ ആ പിള്ളേരെ കൊണ്ടുപോയി ഒന്ന് മേടിച്ചു കൊടുക്ക്. അന്ന് ഞാൻ ഇമാരെ കൊണ്ടൊന്ന് പോയിട്ട് വരാം. നീ വന്നണ്ടാ? ഞാൻ വന്നില്ല കാക്ക, കാക്കയും പിള്ളേരും പോയിട്ട് വാ. നീ കൂടി പാടി പിള്ളേരെ എന്തായാലും മനല്ലേ? നീ ഞാൻ വന്നില്ല, പിള്ളേര് കാക്കയും പോയാൽ മതി. ഞാന്ന് കഴിച്ചതല്ലേ. നിനക്ക് സങ്കടമൊന്നുമില്ല? എനിക്ക് സങ്കടമൊന്നുമില്ല. ഒരു കഞ്ഞിയേ, രണ്ടുപേരും പോയാൽ മുടിയൊക്കെ ഒന്ന് ഇരി, ഒന്ന് സെറ്റായിട്ട് വാ. വാപ്പി ഞങ്ങൾ റെഡി. റംസി, ഞങ്ങളെ ഇറങ്ങാണ്. നിനക്ക് സങ്കടമൊന്നുമില്ല? ഞങ്ങൾ പോയിട്ട് വരട്ടെ? ഇല്ല കാക്ക, എനിക്ക് സങ്കടമൊന്നുമില്ല. കാക്ക പോയിട്ട് ഓക്കെ. എന്നാലും എന്നൊന്നും നിർബന്ധിച്ചില്ലല്ലോ. ഞങ്ങൾ പോയിട്ട് വരട്ടെ റംസി? കൊണ്ടുപോയില്ല. എന്നെ 3 പ്രാവശ്യം നിർബന്ധിച്ചെങ്കിൽ ഞാൻ പോവില്ലായിരുന്നു. ഒരു 3 കൂടി ഒറ്റയ്ക്ക് പോയാലും കൊണ്ടുപോയില്ല. ഞാൻ എന്റെ പട്ടിണി എടുക്കും. അവൾ നിർത്താനാവോ? ഹലോ ഇക്കാക്ക, എന്തായി? റംസി, നിനക്ക് കുഴപ്പമൊന്നുമില്ല? ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല. സങ്കടമൊന്നുമില്ല? ഇല്ല കാക്ക, എനിക്ക് സങ്കടമൊന്നുമില്ല. എന്നാ ശരി, ഓക്കെ. എനിക്ക് സങ്കടം, കുഴപ്പമുണ്ട്. എന്നെ കൊണ്ടുപോയില്ല.